രാഹുൽ ഗാന്ധി എവിടെ? വിദേശയാത്രാ വിവാദം കത്തിനിൽക്കെ മിസ്സിംഗ് പോസ്റ്റുകൾ. ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ലക്ഷ്യമിട്ട് ഡൽഹിയിലെ വിവിധ ഭാഗങ്ങളിൽ മിസ്സിംഗ് എന്ന സന്ദേശത്തോടു കൂടിയ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ഞായറാഴ്ച രാവിലെ നഗരത്തിലെ പല പ്രദേശങ്ങളിലായി രാഹുലിന്റെ ചിത്രം ഉൾപ്പെടുത്തിയ പോസ്റ്ററുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ സംഭവം രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചു. പോസ്റ്ററുകൾ സ്ഥാപിച്ചത് ആരാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്രകളെ ചൊല്ലി BJP തുടർച്ചയായി വിമർശനം ഉന്നയിക്കുന്നതിനിടെയാണ് പുതിയ പോസ്റ്റർ വിവാദം ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം BJP ദേശീയ വക്താവ് ഷഹസാദ് പുനേവാലയും രാഹുലിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. രാഹുൽ ഗാന്ധി ലീഡർ ഓഫ് ഓപ്പോസിഷൻ അല്ല, മറിച്ച് ലീഡർ ഓഫ് പര്യടൻ ആൻഡ് പാർട്ടിങ് എന്നായിരുന്നു ഷഹദാസ് പുനേവാലയുടെ പരിഹാസം. രാജ്യത്തെയോ ജനങ്ങളെയോ പാർലമെന്റിനെയോ അല്ല, വിദേശയാത്രകളെയാണ് അദ്ദേഹം കൂടുതൽ പ്രാധാന്യത്തോടെ കാണുന്നതെന്നും കോൺഗ്രസിന് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ആവശ്യമായ ഘട്ടങ്ങളിൽ പോലും വിദേശത്തേക്ക് പോകാറുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. പാർലമെന്റ് സമ്മേളന കാലത്ത് പോലും രാഹുൽ ഗാന്ധി പലപ്പോഴും വിദേശത്തായിരുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു. നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും 900-ലധികം ദിവസം പൊതുജീവിതത്തിൽ രാജ്യത്തെ സേവിച്ചിട്ടുണ്ടെന്ന്, അതാണ് യഥാർത്ഥ പൊതുസേവനമെന്നും പുനേവാലെ പറഞ്ഞു. വിദേശയാത്രകൾ കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായി തുടരുന്ന വ്യക്തിയാകാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുമെന്ന പരിഹാസവും അദ്ദേഹം ഉയർത്തി. അതേസമയം രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്രകൾക്കുള്ള സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് BJP നേതാവ് ചോദ്യങ്ങൾ ഉയർത്തി. വിദേശയാത്രകൾക്കായി കോടിക്കണക്കിന് രൂപ ചിലവഴിക്കുന്നുവെന്നും അതിന്റെ ഉറവിടം വ്യക്തമാക്കണമെന്നുമായിരുന്നു ആരോപണം. കൂടാതെ ഇന്ത്യ വിരുദ്ധ അജണ്ടകൾ പ്രോത്സാഹിപ്പിക്കുന്ന ചില സംഘടനകളുടെ പിന്തുണയാണ് യാത്രകൾക്ക് പിന്നിലെന്നും അദ്ദേഹം ആരോപിച്ചു. അതേസമയം പോസ്റ്ററുകൾ സ്ഥാപിച്ചതിന് പിന്നിൽ ആരാണെന്ന കാര്യത്തിൽ ഔദ്യോഗിക വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. സംഭവത്തിൽ കോൺഗ്രസിന്റെ പ്രതികരണവും ലഭ്യമായിട്ടില്ല.